നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഫെമ ചുമത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ എന്നാണ് അറിയാൻ കഴിയുന്നത്. മെസ്സി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് എന്നതാണ്. എന്താണ് വിഷയത്തിൽ? അതായത് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാന GST വകുപ്പാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവർ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുകയും വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുകയും ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ ഈ ഏജൻസികൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതിനെ നമുക്ക് നമ്മുടെ ഈ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് കൊണ്ടുവന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ വിവരങ്ങളല്ല അവരത് മുകൾ തട്ടിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് തീർച്ചയായിട്ടും അത് കമ്മീഷൻ ഓഫീസിലേക്ക് അതിൻ്റെ വിവരങ്ങൾ പോകും. അതുപോലെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട് എന്ന് തുടക്കം തൊട്ട് സംസ്ഥാന GST വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഭരണം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ ഗൗരവം വർദ്ധിച്ചത്. അതുവരെ ഈ കേസ് ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ പുറത്ത് മുകളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ഈ കേസ് ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, മൂന്നാം പിണറായി സർക്കാർ വന്നിരുന്നെങ്കിൽ ഈ കേസ് എങ്ങും എത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഭരണം മാറി VD സതീശൻ സർക്കാർ വരികയും ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലുള്ള പിടി അയയുകയും ചെയ്തു. നമ്മുടെ GST വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായിട്ട് ഈ സംഗതി അന്വേഷിക്കാൻ അവർക്ക് സാവകാശം ലഭിച്ചു. അങ്ങനെയാണ് ഈ കേസ് പൊങ്ങി വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ED ഈ കേസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന GST വകുപ്പ് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ EDക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. വളരെ ഗുരുതരമായ കുഴപ്പങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് വളരെ വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ED ഈ കേസിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ RBCക്കെതിരെ ഫെമ ചുമത്തിയത്. ഫോറിൻ എക്സ്ചേഞ്ച് മെയിൻ്റനൻസ് ആക്ട് ചുമത്തിയിരിക്കുന്നത്. ഈ പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഒരു നിമിഷം. ഈ ഫെമ ചുമത്തിയിരിക്കുന്നത് വിദേശത്തേക്ക് അനുമതിയില്ലാതെ, അതായത് ഈ നമ്മൾ വിദേശത്തേക്ക് പണം കൈമാറുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾക്കും അവരുടെ നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. അത് നമ്മൾ വയലേറ്റ് ചെയ്താൽ അവിടെ നമ്മൾ വലിയ കുഴപ്പത്തിൽപ്പെടും. ഇവിടെ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിപൂർണമായ അനുമതി ഇല്ലാതെയാണ് ഈ പണം വിദേശത്തേക്ക് 126 കോടി രൂപ വിദേശത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്നാണ് ED പറയുന്നത്. ഒന്ന്, ഈ അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫെമ ചുമത്താനുള്ള വകുപ്പുണ്ട്. കാരണം ചട്ടലംഘനം നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഫെമ ചുമത്തി. ഇനി ഇതിനകത്ത് PMLA, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ, അത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനിയേ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അത് അന്വേഷിച്ച് വരുമ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. വിവരങ്ങളൊക്കെ ശേഖരിച്ച് കഴിയുമ്പോഴേ അറസ്റ്റ് തുടങ്ങിയ നടപടികളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുള്ളൂ. അതാണ് നിയമം. അപ്പോൾ അവർക്ക് ഏതാണ്ടൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ 126 കോടി രൂപ അനുമതി ഇല്ലാതെ വിദേശത്തേക്ക് കടത്തി എന്നുള്ളത് മാത്രമല്ല അവർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വലിയ രീതിയിൽ ഇതിൻ്റെ പേരിൽ പിരിവ് നടന്നിട്ടുണ്ട്. പിരിവെന്ന് പറയുന്നത് നിസ്സാര പിരിവല്ല. ഏതാണ്ട് 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, നമ്മൾ നേരത്തെ ഈ വാർത്ത നമ്മൾ കൊടുത്തതാണ്, 133 കോടി രൂപ ഒരു സ്ഥാപനവും 73 കോടി രൂപ വേറൊരു സ്ഥാപനവും, അങ്ങനെ 206 കോടി രൂപ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉടമസ്ഥർ പിരിച്ചെടുത്തു എന്നാണ് പറയുന്നത്. മറ്റാരെങ്കിലുമൊക്കെ ഇതിനകത്ത് പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? ധാരാളം സ്പോൺസർമാരെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം സ്പോൺസർമാരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് EDക്കും നമ്മുടെ GST വകുപ്പിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അന്വേഷണം ആ വഴിയിലേക്ക് തിരിയുകയും ഇപ്പോൾ ED വരികയും ഫെമ ചുമത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് ഫെമ ചുമത്താൻ. അതുകൂടെ പറഞ്ഞിട്ട് താങ്കളുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കാരണം അത് പ്രേക്ഷകരുടെ ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ടാണ്. അതായത് ഇവർ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കൻ കമ്പനിയോടാണ് ഇടപാടുകൾ നടത്തുകയും അവിടേക്കാണ് പണം കൊടുക്കുകയും ചെയ്തത്. അവരാണ് ഇത് അർജൻറ്റീന ഒളിമ്പിക് അസോസിയേഷൻ, അവരുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സിയുടെയും ടീമിൻ്റെയും വരവിനെക്കുറിച്ച്, അല്ലെങ്കിൽ മെസ്സിയുടെ ഇങ്ങോട്ടുള്ള വരവിനെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, അതിന് വേണ്ടുന്ന
സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവരാണ്. അപ്പോൾ ആ കമ്പനി, ഈ അമേരിക്കൻ കമ്പനി വാസ്തവത്തിൽ ഈ അർജന്റീന ഒളിമ്പിക് അസോസിയേഷൻ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ, ക്ഷമിക്കണം, ഒളിമ്പിക് അസോസിയേഷൻ അല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFA, അവർ ഈ അമേരിക്കൻ കമ്പനിയെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ഈ കമ്പനിയുമായിട്ട് ഞങ്ങൾക്ക് ഒരിടപാടുമില്ല, ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരാൻ എന്നുള്ള പേരിൽ, മെസ്സിയെ സ്പോൺസർ ചെയ്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് എത്തിക്കാം എന്ന പേരിൽ ഈ കമ്പനി മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ മായാജാലത്തിൽ പെടരുത്, അവരുടെ വാക്കുകൾ വിശ്വസിക്കരുത്, ഈ കമ്പനിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. ആ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മുൻകൂട്ടി ഈ മുന്നറിയിപ്പ് നൽകിയതാണ്. അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഇവരെ സമീപിച്ചതെന്നാണ് ഇപ്പോൾ ഇഡിക്ക് സംശയം ജനിച്ചിരിക്കുന്നത്. ഇഡിക്ക് മാത്രമല്ല, GST വകുപ്പിനും ഒക്കെ ഈ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കരിമ്പട്ടികയിൽപ്പെട്ടിരിക്കുന്ന കമ്പനിക്ക് 126 കോടി രൂപ ചട്ടങ്ങൾ ലംഘിച്ച്, നിയമങ്ങൾ ലംഘിച്ച്, മാനദണ്ഡങ്ങൾ ലംഘിച്ച് എന്തിനു കൊടുത്തു? ഈ ചോദ്യമാണ് ഫെമയിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത്. ഫെമ ചുമത്താനുള്ള കാരണവും ഇതാണ്. ഇത് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിലെ ചാനലുകൾ ഈ വാർത്തയൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടു. പക്ഷേ ഈ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളിലെ ദുരൂഹതയെക്കുറിച്ച് ആരും തന്നെ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങയുടെ ചോദ്യത്തിൽ. തീർച്ചയായും, അതായത് ഇപ്പോൾ ഈ വിഷയം ഇങ്ങനെ കത്തി കയറി വരുന്നു, മറ്റൊരു വലിയ അഴിമതി കഥയാണ്. ഇതിലും ഒരു കാരണഭൂതൻ്റെ ടച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമുക്കതിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, തീർച്ചയായിട്ടും അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാരിനും അതിലെ കായിക മന്ത്രി അബ്ദുറഹിമാനും ഇതിൽ നിന്ന് കൈ കഴുകാൻ സാധിക്കില്ല. അവർ ഇപ്പോൾ തൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗം, കായിക മന്ത്രി എന്ന് പറയുമ്പോൾ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹം വിദേശയാത്ര നടത്തിയിരിക്കുന്നു, സർക്കാർ ഖജനാവിലെ പണമാണ് മുടക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു ദുരൂഹതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഒരു കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപിക, പ്രൊഫസർ വഴിയാണ് ഈ എഴുത്തുകുത്തുകൾ പലതും നടത്തിയിരിക്കുന്നത്. ഈ സർക്കാർ ഇവിടുന്ന് ഔദ്യോഗികമായിട്ട് ഈ കമ്പനിക്കും മറ്റും കൊടുത്തിരിക്കുന്ന കത്തിൻ്റെ കോപ്പി പോലും ഈ അധ്യാപികയ്ക്ക് അയച്ചു കൊടുത്തു. അതെ, അത് വാസ്തവത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും അങ്ങനെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ വിവരാവകാശ പ്രകാരം അപേക്ഷിക്കുകയാണെങ്കിൽ അത് ആ വഴിയിൽ കൊടുക്കാം. അല്ലാതെ കേവലം ഒരു വ്യക്തിക്ക് ഇതിൻ്റെ കോപ്പി, ഇപ്പം ഈ സർക്കാർ ഇവിടുന്ന് എഴുത്തുകുത്തുകൾ നടത്തുകയാണ്, കറസ്പോണ്ടൻസ് നടത്തുകയാണ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ എല്ലാം ഒരു കോപ്പി ഈ ഇംഗ്ലീഷ് അധ്യാപികയ്ക്ക് ഇവിടെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ദുരൂഹത സംശയിക്കേണ്ടതല്ലേ? അതൊരു കാര്യം. രണ്ട്, നമുക്ക് മറ്റൊരു തരത്തിലും ഇതിനകത്ത് നമുക്ക് ഇവരെ ഇടപെടിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ദേശീയ കായിക മന്ത്രാലയത്തിൻ്റെ അനുമതി ഇതിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അതായത് നിങ്ങൾ ആദ്യം ഇതൊക്കെ തയ്യാറാക്കൂ, നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി വേണമല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ അതിഥിയായിട്ടാണ് മെസ്സി ഇവിടെ വരേണ്ടത്. അല്ലാതെ കേരളത്തിന്റെ കാരണഭൂതൻ വിളിച്ചത് കൊണ്ട് മെസ്സി ഇവിടെ വരാനൊന്നും പറ്റില്ല. അതല്ല നമ്മുടെ രാജ്യത്തെ നിയമം. കേരളം എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയൊന്നുമല്ല. അതിന് വേറൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. കേന്ദ്ര കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ക്യാബിനറ്റിലേക്ക് ഇത് പോവുകയും അവിടെ ഇത് അപ്രൂവ് ആകുകയും വേണം. എങ്കിലേ ഇന്ത്യ ഔദ്യോഗികമായിട്ട് മെസ്സിയെ ക്ഷണിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് നടപടിക്രമങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലാണ് ഇവർ ഇടപെട്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ എന്തും ചെയ്യും, നിങ്ങൾ അതൊക്കെ അങ്ങ് അംഗീകരിച്ചു പോകണം എന്നുള്ള ഒരു മട്ടിലാണ്. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ അങ്ങനെയൊക്കെയാണ് ഇവർ പോയിരിക്കുന്നത്. അതാണ് ഈ RBIയുടെ അനുമതി, കായിക മന്ത്രാലയത്തിൻ്റെ അനുമതി, ഇതൊന്നും ഇവർ പ്രോപ്പറായിട്ട് വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ED പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെമ ചുമത്താനുള്ള കാരണം തന്നെ RBIയുടെ റൂൾസ് വയലേറ്റ് ചെയ്തു.
RBIയുടെ നോംസ് വയലേറ്റ് ചെയ്തു. GST കൊടുത്ത ഇൻഫർമേഷൻ എന്തായിരിക്കും? GST കൊടുത്ത ഇൻഫർമേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പൂർണ്ണമായിട്ടും. ക്രമക്കേടുകൾ നടന്നു എന്ന് നമുക്ക് ഉപരിപ്ലവമായിട്ടേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ടാക്സുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം GST ഇടപെട്ട് തുടങ്ങുന്നത്. ഇത് ഇവർ 126 കോടി രൂപ അയച്ചു. ഇത് വിനോദ നികുതിയിൽ വരേണ്ട കാര്യമാണ്. അതിൽ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട നികുതി കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെയാണ് ഇവരിത് അന്വേഷിച്ച് തുടങ്ങിയത്. അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തി. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ GSTക്ക് മനസ്സിലായത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇത് സ്രാവല്ല തിമിംഗലമാണെന്ന് മനസ്സിലായി. നമ്മുടെ വല പോരാ എന്ന് മനസ്സിലായപ്പോഴാണ് അവർ EDക്ക് ഇത് സംബന്ധിച്ച് ശുപാർശകളൊക്കെ കൊടുത്തത്, EDയോട് സഹായം തേടിയത്. അപ്പോൾ ED സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് നടക്കുന്ന ഏത് വലിയ ഇടപാടുകളെക്കുറിച്ചും ED വിവരങ്ങൾ ശേഖരിക്കും. അത് അവരുടെ ഒരു റൊട്ടീൻ പ്രൊസീജിയറാണ്. അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അത് ആര് ചെയ്താലും അവരതൊക്കെ അതിൻ്റെ പുറകെ അന്വേഷണം നടക്കും. അത് ആരാണെങ്കിലും, ഏത് സംസ്ഥാനത്തുള്ള ആരാണെങ്കിലും, ഏത് കമ്പനിയാണെങ്കിലും വ്യക്തിയാണെങ്കിലും ശരി, ഇതൊക്കെ ചെയ്താൽ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ ഇതിനെല്ലാം അന്വേഷിക്കും. അത് അവരുടെ ജോലിയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്ത്, കാരണം ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഈ സംഭവത്തിന് RBI അനുമതി കൊടുത്തിട്ടുണ്ടോ? RBIയോട് അന്വേഷിച്ച് അറിയാമല്ലോ. RBI അനുമതി കൊടുത്തിട്ടില്ല. ഇവർ പറയുന്നത് RBI അനുമതി കിട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ EDയെ അത് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് പറ്റുന്നില്ല. RBIയിൽ നിന്ന് ED ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇവർക്കെതിരാണ്. ഇവർ പറയുന്നതിനെ സാധൂകരിക്കുന്നതല്ല. അതായത് RBC എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നതിനെ സാധൂകരിക്കുന്നില്ല. കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ല. ഇതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ, ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ED ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഫെമ ചുമത്തിയിരിക്കുന്നത്. ഫെമ ചുമത്തിയത് കൊണ്ട് ആരെ അറസ്റ്റൊന്നും ചെയ്യില്ല. പക്ഷേ മുന്നോട്ട് പോയി PMLA കൂടെ ചുമത്തിയാൽ, ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്ന് EDക്ക് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കും. തീർച്ചയായിട്ടും ഇവരെ ചോദ്യം ചെയ്യും, അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇവരെ ഈ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, EDക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ PMLA പോലെയുള്ള വകുപ്പുകൾ വരണം. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടെത്തേണ്ടതുണ്ട്. അത് ED ഇപ്പോൾ എന്തായാലും അവരുടെ രഹസ്യങ്ങളൊന്നും പുറത്തു വിടില്ല. അവരത് വളരെ കൃത്യമായിട്ട് പൂട്ടേണ്ട സാധനങ്ങളെല്ലാം വെച്ച് വളരെ സമർത്ഥമായിട്ട് വല മുറുക്കി, കുരുക്കെല്ലാം മുറുക്കി ഇവരെ പൂട്ടി കൃത്യമായ അറസ്റ്റിലേക്ക് നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ, അത്തരത്തിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അവർ കുറ്റവാളികളാണോ അല്ലയോ എന്ന് പറയാൻ നമ്മളാളല്ല. കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ വിശകലനം ചെയ്തു എന്നേ ഉള്ളൂ. തീർച്ചയായും മെസ്സി കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അന്വേഷണങ്ങളും വിശദാംശങ്ങളും വന്നാൽ മാത്രമേ ഇതിൻ്റെ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായും അത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. നന്ദി.